പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അതിഭീകരമാണ്. ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇറാന്റെ ദൃശ്യങ്ങളാണ് സാർവത്രികമായി പുറത്തു വന്നത്. നമ്മൾ ഗെറ്റി ഇമേജസിലായാലും ഏതിലായാലും തെരഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇസ്രായേലിനെ തെരഞ്ഞാലും കിട്ടുക. അല്ലാതെ ഇസ്രായേലിൻ്റെതായ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഏതാനും ദിവസങ്ങളായി ഇസ്രായേലിന് പിടിച്ചാൽ പിടികിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം. അതായത് അവർക്ക് തടയാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പുറത്തേക്ക് പോകുന്ന വിവരങ്ങൾ തടയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിക്കഴിഞ്ഞു. ഇസ്രായേലിലെ പല പ്രദേശങ്ങളും ചാര കൂമ്പാരമായി മാറിപ്പോയി എന്ന ഇസ്രായേൽ എങ്ങനെയാണോ ഗസയിലേക്ക് കടന്നു കയറി അല്ലെങ്കിൽ ബോംബിങ്ങിലൂടെ മിസൈൽ വർഷത്തിലൂടെ ഗസയെ തച്ചുടച്ച് അവിടെ ജനങ്ങളെ കൊന്നൊടുക്കി ആ നഗരങ്ങൾ മുഴുവൻ കെട്ടിടങ്ങൾ മുഴുവൻ ചാര കൂമ്പാരമാക്കിയത്, അതിനേക്കാൾ അതിദയനീയമായ ഒരവസ്ഥയാണ് ഇസ്രായേൽ ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇറാൻ പറഞ്ഞതനുസരിച്ച് തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ ഇസ്രായേൽ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയല്ല. നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈഫയുടെ ചിത്രമാണ്, പഴയ ചിത്രമാണ്. അതായത് ഇറാൻ ഇസ്രായേൽ ഹൈഫ ആക്രമിക്കുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ. കാര്യം മറ്റ് ദൃശ്യങ്ങൾ തരാൻ നിവൃത്തിയില്ല. ഗൂഗിൾ വലിയ സെൻസറിങ്ങിലാണ്. ഞാൻ ഈ വീഡിയോ രണ്ടാമതും എഡിറ്റ് ചെയ്തിടുന്നതാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ മുന്നിൽ ഉൾപ്പെടുത്തുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് വീഡിയോ ദൃശ്യങ്ങൾ പോലും പബ്ലിഷ് ചെയ്യുന്നത്. ഇറാൻ ആക്രമിക്കുന്നതിന് മുമ്പുള്ള ഹൈഫയുടെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദൃശ്യങ്ങളാണ് എന്റെ പിന്നിൽ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ആ വിധത്തിൽ എങ്ങനെയാണോ ഗസ തകർന്നടിഞ്ഞത് അതിനേക്കാൾ മാരകമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഒരു ആണവ നിലയത്തിനടുത്ത് ബോംബിംഗ് നടത്തി. അതായത് മിസൈൽ ബോംബിംഗ് നടത്തി, മിസൈൽ നടത്തി, ക്ലസ്റ്റർ ബോംബ് അടക്കം എല്ലാം അവിടെ ഒരു വലിയ തീഗോളം സൃഷ്ടിച്ചു. അതായത് AI വീഡിയോ തോറ്റുപോകുന്ന വിധത്തിലുള്ള അക്രമങ്ങൾ. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് AI വീഡിയോ ആണ് എന്ന്. നിങ്ങളുടെ മുന്നിലേക്ക് ഇത് പ്രദർശിപ്പിക്കുമ്പോൾ AI വീഡിയോ ആണ് എന്ന് നിങ്ങൾ കരുതണ്ട. ഈ വീഡിയോകളെല്ലാം ശരിക്കുള്ള വീഡിയോകളാണ്. ഇപ്പൊ ഈ അടുത്താണ് പ്രമുഖ വാർത്താ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത്. നമ്മളത് ഗൂഗിളിൽ അങ്ങോട്ടിട്ടും ഇങ്ങോട്ടിട്ടും ഒക്കെ വെരിഫൈ ചെയ്തും ഒക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങൾ പഴയ ഗെയിമിംഗ് വീഡിയോകളിൽ നിന്നോ അതല്ലെങ്കിൽ AI വീഡിയോകളിൽ നിന്നോ ഒക്കെയാണ് മീഡിയകൾ ചാനലുകളൊക്കെ കൊടുക്കുന്നത്. അല്ലാതെ തന്നെ വാർത്തകൾ വീഡിയോകൾ ഒക്കെ പുറത്തു വന്നിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ. ഏതായാലും അമേരിക്കയും ഇസ്രായേലും കൂടി തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു യുദ്ധം ചില്ലറ ദുരന്തമല്ല ഇറാനിലും ഇസ്രായേലും ഒരുക്കി വെച്ചേക്കുന്നത്. അമേരിക്ക ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. 4, 3, 7 പട്ടാളക്കാരും പോയിട്ടുണ്ട്. അതുപോലെ കുറച്ച് വിമാനങ്ങൾ, ഒരു 10, 16 വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് $കോടികളും പോയിട്ടുണ്ട്. ഇത്രേ അമേരിക്കയിൽ നഷ്ടപ്പെട്ടുള്ളൂ. അവരുടെ രാജ്യത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. സാമ്പത്തിക നഷ്ടമുണ്ട്, പക്ഷെ ജീവാപായം എന്ന് പറയുന്നത് ആ രാജ്യത്തെ സംബന്ധിച്ചില്ല. നഷ്ടം മുഴുവൻ വന്നിട്ടുള്ളത് ഇസ്രായേലിലാണ്. ഇവിടെ ഇറാന്റെ കണക്കുകളാണ് പറഞ്ഞത്. 1000കണക്കിന് പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു, അതിലേറെ ആൾക്കാർക്ക് പരിക്ക് പറ്റി. അതുപോലെ വലിയ നാശനഷ്ടം ഇറാനിൽ ടെഹ്റാനിലടക്കം എല്ലാ ഭാഗത്തും ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇറാനിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇസ്രായേൽ എന്തുകൊണ്ടാണ് അവരുടെ ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മറച്ചത്, അവിടെ നിന്നുള്ള വാർത്തകൾ മറച്ചത്, ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ചുള്ള വാർത്തകൾ പോലും മറച്ചത് എന്ന് ഇപ്പൊ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഇറാനിൽ സംഭവിച്ചിട്ടുള്ള തകർച്ചയേക്കാൾ 10 മടങ്ങ് തകർച്ചയാണ് ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ളത്. തീഗോളമാണ് എവിടെയും. അമേരിക്കയും ഇസ്രായേലും ഒരിക്കലും ഇത്തരത്തിലൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. അവർ പ്രതീക്ഷിച്ചത് സദ്ദാം ഹുസൈന്റെ മേൽ ഇറാഖില് അമേരിക്ക അടിച്ചല്ലോ, സദ്ദാം ഹുസൈൻ വീണോടുകൂടി സംഗതി തീരുമാനമായി. അതായത് തല അരിഞ്ഞതോടുകൂടി, അതായത് രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ തല വീണതോടുകൂടി തന്നെ, അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയോടുകൂടി തന്നെ ആ രാജ്യം വീണു. പിന്നെ എല്ലാം അമേരിക്കയുടെ അധീനതയിലായിരുന്നു. അവരാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അമേരിക്ക മുസ്ലിം വിഭാഗത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അന്ന് സദ്ദാം ഹുസൈനെ ഒരു പെരുന്നാൾ ദിവസം തൂക്കിക്കൊന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറാനിൽ കയറി അടിക്കാൻ അമേരിക്ക തെരഞ്ഞെടുത്ത സമയം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വിശുദ്ധ നോമ്പ് റംലാനിലാണ്. ആ റംലാൻ കാത്തു നിൽക്കുകയായിരുന്നു കയറി അടിക്കാൻ. ഇത് മതപരമായ ഒരു അടി കൂടി അതിനകത്ത് വരുന്നുണ്ട്. അതായത് ഒരു മതവിദ്വേഷം കൂടി ഇതിന്റെ പിന്നിൽ, യുദ്ധത്തിന്റെ പിന്നിലുണ്ട്. വെറും എണ്ണയുടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ല. മറ്റു രാജ്യങ്ങളെ, എല്ലാ രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി, രാജ്യത്തെ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം നേടിയെടുക്കുക, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമായിരുന്നു അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അമേരിക്കയ്ക്ക് തെറ്റി. നേരത്തെ ഇറാഖിൽ സംഭവിച്ചതുപോലെ തല വീണ് കഴിഞ്ഞാൽ, അയത്തുള്ള ഖംനഈ വീണ് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഇറാൻ അവരുടെ അധീനതയിൽ വരുമെന്ന് കരുതി. പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഇറാഖിൽ അമേരിക്ക ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടിരുന്ന ഇറാൻ തല വീണാലല്ല, ഇനി നടുക്കണ്ടം വീണ് കഴിഞ്ഞാലും ഇനി അരക്കണ്ടം വീണ് കഴിഞ്ഞാലും എങ്ങനെ പോകണം എന്നതിന്
കൃത്യമായ മൊസാക് ഡിഫൻസ് സിസ്റ്റം ഒരു നേരത്തെ തന്നെ നടപ്പിലാക്കിയിരുന്നു. എന്താ മൊസാക് ഡിഫൻസ് സിസ്റ്റം? ആ രാജ്യത്തെ 31 പ്രവിശ്യകളായിട്ട് അങ്ങോട്ട് തിരിച്ചു. അതായത് തല പോയാലും ഭരണാധികാരി നഷ്ടപ്പെട്ടാലും അയത്തുള്ള ഖംനയി മരണപ്പെട്ട് കഴിഞ്ഞിട്ടും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന നേതാക്കന്മാരും മറ്റുള്ള ഉത്തരവാദിത്തപ്പെട്ടവരും എല്ലാം കൊല്ലപ്പെട്ടിട്ടും അതിശക്തമായി ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് സാധിക്കുന്ന. ആരെയും ഓർഡർ കാത്തുക്കേണ്ട ആവശ്യമില്ല. ഓരോ പ്രവിശ്യയിലും ആവശ്യത്തിലധികം ആയുധങ്ങളുണ്ട്. അവർക്കറിയാം ദീർഘമായൊരു യുദ്ധം ഒരുപക്ഷെ ഇനിയും ചെയ്യേണ്ടി വരും. അമേരിക്കയും ഇസ്രായേലും തുടങ്ങി വെച്ചാൽ നമുക്ക് അടി നല്ലോണം കൊടുക്കേണ്ടി വരുമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചു പേർ പറയുന്നുണ്ട് ഇറാൻ എന്ന് പറഞ്ഞ ഒരു ഭീകര രാഷ്ട്രമാണെന്ന്. എങ്ങനെയാണ് ഇറാൻ ഭീകര രാഷ്ട്രമാകുന്നത്? ഇറാൻ എന്നു മുതലാണ് നമുക്ക് ഭീകര രാഷ്ട്രമായത്? നമുക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്ന ഐക്യരാഷ്ട്രസഭയിൽ പോലും മറ്റാരും നമുക്ക് സഹായം ഇല്ലാതിരുന്ന സമയത്ത് പോലും ഇറാനാണ് നമ്മളെ കൂടെ നിന്നിട്ടുള്ളത്, ഇന്ത്യയോടൊപ്പം നിന്നിട്ടുള്ളത്. ഇറാനെയാണ് നമ്മൾ തള്ളി പറയുന്നത്. എന്നാൽ ഇസ്രായേലോ അമേരിക്കയോ നമ്മുടെ കൂടെ നിന്നിട്ടില്ല. അമേരിക്ക എന്ന് പറയുന്നത് നമ്മളെ അടിക്കാൻ വന്നിട്ടുള്ളവരാ. ആ സമയത്ത് റഷ്യയാണ് നമ്മളെ കൂടെ വന്നത്. പല സന്ദർഭത്തിലും റഷ്യയും ഇറാനും ഒക്കെ നമുക്ക് സപ്പോർട്ട് നിന്നിട്ടുള്ളത്, അല്ലാതെ അമേരിക്കയോ ഇസ്രായേലൊന്നും അല്ല. എന്നിട്ടും നമ്മൾ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചിന്തയിൽ ആ രാജ്യത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. എവിടെയാണ് ഇറാൻ ഭീകര രാജ്യമാകുന്നത്? ഇറാൻ ഒരു പരമാധികാര റിപ്പബ്ലിക് അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കയറി അടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടോ? ഇന്നു വരെയുള്ള ചരിത്രത്തിൽ ഇല്ല. ഇറാഖ് അടിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഇറാഖിലേക്ക് ആദ്യം ബോംബിട്ടിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഇറാനിലേക്കാണ് ഇറാഖ് ആയുധം പ്രയോഗിക്കുന്നത്. ആയുധം പ്രയോഗിച്ച ആരും തിരിച്ചടിക്കൂലേ? ഇപ്പോ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഒരു മിസൈൽ തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇന്ത്യ കൈയും കെട്ട് നോക്കിക്കോ സമാധാനം പറഞ്ഞുകൊണ്ട്? ഇല്ലല്ലോ, തിരിച്ചടിക്കൂലേ? അപ്പൊ അത് തന്നെ ഇറാനും ചെയ്തിട്ടുള്ളൂ. ഇവിടെ നോക്കൂ, ഇസ്രായേലാണ് ഇറാനിലേക്ക് അടിച്ചത്, അമേരിക്കയാണ് ഇറാനിലേക്ക് അടിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചവർ കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്തിനാണ് അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നത്? അയൽ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ബേസുകളുണ്ട്, സൈനിക താവളങ്ങളുണ്ട്. ആ സൈനിക ബേസുകൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ അത് ഇറാനെതിരെയാണ് എടുത്തവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ബേസുകളെ ആക്രമിക്കേണ്ട ഒരു ബാധ്യത ഇറാനുണ്ട്. അതുകൊണ്ടാണ്, അല്ല മറ്റൊന്നും കൊണ്ടല്ല. അപ്പോ ഒരു രാജ്യത്തെ സഹായിക്കുകയും ആ രാജ്യത്തെ ഉപയോഗിച്ച് മറ്റ് സ്വന്തം അയൽ രാജ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളുടെ മേൽ, അത് എത്ര സൗഹൃദ രാജ്യമാണെങ്കിലും അതിന്റെ മേൽ അടിക്കാൻ നിർബന്ധിതരാക്കുകയാണ് ഇറാൻ എന്ന് പറയുന്നത്. അതിനർത്ഥം അത് അടി നല്ലതാണെന്നുള്ളതല്ല. എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, ഇറാനിലും ഇസ്രായേലിലുള്ള ജനങ്ങളുടെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഇസ്രായേലിലെ ജനങ്ങൾ നോക്കൂ, ഇറാനിൽ നിന്ന് അനുഭവിക്കുന്ന ജനങ്ങളെക്കാൾ ഭീകരമായ അവസ്ഥയാണ് ഇസ്രായേൽ. നേരത്തെ വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് കുറെ അമ്മച്ചിമാരും ചേച്ചിമാരും ഒക്കെ ഇസ്രായേലിൽ നിന്ന് മതപരമായി ആക്ഷേപിച്ചുകൊണ്ടൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അവരാരും ഇപ്പൊ കാണാനില്ല. ഇപ്പൊ ഒരു മലയാളി ഇപ്പൊ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതായിട്ട് വിവരം വന്നിട്ടുണ്ട്. അത് എന്ന് മരിച്ചെന്നോ എങ്ങനെ മരിച്ചെന്നോ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എത്ര ഇന്ത്യക്കാർ മരിച്ചെന്നോ എത്ര മലയാളികൾ മരിച്ചെന്നോ അവർ ബാക്കിയുള്ളവർക്ക് എവിടെയാണെന്നോ ആർക്കൊക്കെ പരിക്ക് പറ്റുന്നോ യാതൊരു ഇതുമില്ല. യാതൊരു അറിവും അതിനെക്കുറിച്ച് എവിടെയും ഇല്ല. അതായത് അത്തരത്തിലുള്ള വിവരങ്ങൾ എത്ര പേര് മരിച്ചു, ആയിരക്കണക്കിന് പേർ മരിച്ചിട്ടുണ്ട് ഇസ്രായേൽ. ആയിരക്കണക്കിന് പേർ ഇസ്രായേലിൽ മരിച്ചിട്ടും വെറും 8, 10, 20, 100 പേർ മരിച്ചു എന്നുമുള്ള റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വരുന്നത്. പക്ഷെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും ദൃശ്യങ്ങളല്ല. ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് വീഴുന്നതാണ്. ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ മറ്റു പ്രതിരോധ സംവിധാനങ്ങൾ അറിയുന്നതിന് മുമ്പ് നിലത്തൊന്ന് പതുക്കുകയാണ്. അവിടെയൊക്കെ ആൾക്കാർ താമസമുണ്ട്. ആ സാധാരണ ജനങ്ങളെ കൂടി ഇത് ബാധിക്കുന്നുണ്ട്. അവരുടെ ജീവനും ജീവനാണ്, അല്ല നമ്മൾ പറയുന്നില്ല. യുദ്ധം കൊണ്ട് ഈ രാഷ്ട്ര നേതാക്കന്മാർ, അത് ഇറാനിലെ ആയാലും ഇസ്രായേലിലെ ആയാലും അമേരിക്കയിലായാലും രാഷ്ട്ര നേതാക്കന്മാർക്ക് കുറച്ച് ലാഭം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ പക്ഷേ അവരുടെ രാജ്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കാം. പക്ഷെ അതത് രാജ്യങ്ങളിലെ ഏത് രാജ്യമായാലും, ശത്രുരാജ്യമായാലും മിത്രരാജ്യമായാലും ഏത് രാജ്യത്തായാലും അവിടുത്തെ സാധാരണക്കാർ ജനങ്ങൾ എന്ത് വഴിച്ചു? ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനോട് കൂടി ഇന്ത്യൻ ഭരണകൂടത്തോട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ സംവിധാനത്തോട് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തോട് പാകിസ്ഥാനെ കലിപ്പ്. നേരെ തിരിച്ചു ഇന്ത്യയിലെ പാകിസ്ഥാനിലെ സാധാരണക്കാരെ ജനങ്ങൾ എന്ത് വഴിച്ചു? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇസ്രായേലിൽ കൊടിയ ദുരിതമാണ്, വലിയ ദുരന്തമാണ്. ആത്മാഭിമാനം അല്ല, എന്താ പറയാ, അമിതമായിട്ടുള്ള ദുരഭിമാനം. ആ ദുരഭിമാനം കൊണ്ട് ഇസ്രായേലിന് ആരുടെ സഹായം ചോദിക്കാൻ വയ്യ. അതിന്റെ ഫലം എന്താണ്? ഇസ്രായേലിലെ സാധാരണക്കാർ ജനങ്ങൾ ഇറാന്റെ ബോംബാക്രമണത്തില് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അന്ന് തന്നെ പറഞ്ഞതാ, നിങ്ങൾ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വരുന്നതല്ല, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. നോക്കൂ, ഇപ്പൊ പറയുന്നത് എന്താണ്? ഞങ്ങൾ എണ്ണപ്പാടത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഗൾഫിലെ സകല എണ്ണപ്പാടത്തെ ഞങ്ങൾ ആക്രമിക്കും. അമേരിക്കയുടെ സപ്പോർട്ട് കൂടി അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുള്ള ഇറാന് ദോഷകരമായി നിൽക്കുന്ന പ്രദേശത്തെ മുഴുവൻ ഞങ്ങൾ ആക്രമിക്കും. അതുപോലെ ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ കൂട്ടിയിടും. പറയുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെങ്കിലും ഇട്ടിട്ട് പോയാൽ മതി. ഇറാഖിൽ സംഭവിച്ചതുപോലെ ഭരണാധികാരിയെ കൊന്നിട്ട് ഇപ്പം നമുക്ക് കൈയെടുത്താന്ന് പറഞ്ഞത് ഈ മൊസായിക് ഡിഫൻസ് സിസ്റ്റത്തിലൂടെ ഇറാൻ മറികടന്നപ്പോ, അല്ലെങ്കിൽ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ യുദ്ധം എന്ന് തീരുമെന്നോ എങ്ങനെ തീരുമെന്നോ
ഇറാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാക്കണം. ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഞാനിത് പറയുമ്പോൾ എന്റെ വീഡിയോയ്ക്ക് താഴെ എന്നെ എതിർത്തുകൊണ്ടും ഇറാനെ ഭർസിച്ചുകൊണ്ടും കമന്റുകൾ എഴുതുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കാൻ വന്നിട്ടുള്ള രാജ്യമല്ലേ? ഇന്ത്യയെ തകർത്ത് കളയാൻ വേണ്ടി സകല യുദ്ധസന്നാഹങ്ങളും കൊണ്ട് വന്ന രാജ്യമല്ലേ? അന്ന് റഷ്യ കയറി ഇടപെട്ടില്ലെങ്കിൽ, ഇന്ത്യയെ തൊടാൻ പാടില്ല എന്ന് അന്ന് റഷ്യ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്താകാൻ പറ്റും? വീണ്ടും കോളനി ആവൂലെ? അമേരിക്കന്റെ കോളനി ആയിപ്പോയനെ. കാര്യം ഇന്നത്തെ പോലെ സൈനിക ശക്തിയൊന്നും അല്ല അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ അങ്ങോട്ട് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി ഒക്കെ ഇന്ത്യ ആക്രമിക്കാൻ വന്ന സമയത്ത് റഷ്യ അന്ന് വൻശക്തിയാണ്. ആ റഷ്യ അന്ന് ഇന്ത്യയുടെ സഹായത്തിനെത്തി. തൊട്ടുപോകരുത്, ഇന്ത്യയെ തൊട്ട് കഴിഞ്ഞാൽ വിവരമറിയും എന്ന് അന്ന് റഷ്യ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ രക്ഷപ്പെട്ടത്. എന്നാൽ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ അതല്ല. ഇന്ന് മറ്റേത് രാജ്യത്തെക്കാളും മേലെ സൈനിക ശക്തിയിൽ ഇന്ത്യ മികച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയുടെ അതേ നിലപാട് തന്നെയാണ് ഇറാൻ. ഇന്ത്യയെ ഒരു രാജ്യത്തെയും ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമിക്കാറില്ല, ചെയ്യില്ല. ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കുകയില്ല, അത് നല്ലതുപോലെ കൊടുക്കും. ആത്മാഭിമാനമുള്ള ഏത് രാജ്യം കൊടുക്കും, അതേ ഇറാനും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇറാനല്ല നമ്മൾ ഭർഷിക്കേണ്ടത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ലോക സമാധാനം കെടുത്തുന്നതിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇസ്രായേലിലെ ജനങ്ങളെ കുറിച്ചല്ല, അമേരിക്കയിലെ സാധുക്കളെ ജനങ്ങളെ കുറിച്ചല്ല. ട്രംപ് എന്ന ഈ ലോകത്തെ ഇക്കാലത്തെ ഏറ്റവും വലിയ വർഗീയവാദിയും തീവ്രവാദിയും എന്താ പറയാ, ഒരു ഭീകരവാദിയായിട്ടുള്ള ഒരു ഭരണാധികാരി, അതുപോലെ ഇപ്പുറത്ത് ബെഞ്ചമിൻ നെതന്യാഹു, എത്രയോ കാലങ്ങളായിട്ട് ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന, ഈ മനുഷ്യജീവന്, പൗരന്മാരുടെ ജീവന് യാതൊരു വിലയും കൊടുക്കാത്ത മറ്റൊരു ഭരണാധികാരി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് സംശയമാണ്. ഇപ്പോ താൽക്കാലിക പ്രധാനമന്ത്രിയെ ഇസ്രായേൽ നിയമിച്ചു എന്ന് പറയുന്നുണ്ട്, ചുമതലയേറ്റു എന്ന് പറയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്തയായി ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഇതിന്റെയൊക്കെ ഫലം അനുഭവിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങളാണ്. ആ ജനങ്ങളിൽ നമ്മൾ ഉൾപ്പെടും. ഇസ്രായേലിലായാലും ഇറാനിലായാലും എന്റെ പക്ഷത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ അവിടുത്തെ എല്ലാ ജനങ്ങളും, ദുരിതം അനുഭവിക്കുന്ന എല്ലാ ജനങ്ങളും പാവങ്ങളാ, സാധുക്കളാ. വേറെ നിവൃത്തിയില്ല. രാജ്യ ഭരണാധികാരികൾ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾക്കുള്ള ഫലം അനുഭവിക്കാതെ വേറെ നിവൃത്തിയില്ല. ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകൾ ഇസ്രായേലിനെ ചാര കൂമ്പാരമാകുമ്പോൾ അതിന്റെ ഇടയിൽ കിടന്ന് നീറി ചാരവും എല്ലും കഷ്ണവുമായി തീരാനാണ് ഇസ്രായേലിലെ ജനങ്ങളെ വിധി എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു വിധി അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് ഇസ്രായേൽ ഭരണകൂടമാണ്, അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷിയെ അമേരിക്കയാണ് എന്നുകൂടി പറയുമ്പോഴാണ് യുദ്ധവാർത്തകൾ പൂർണ്ണമാകുന്നത്. Different angles. Don't forget to subscribe and support this channel.